നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ആനുവൽ എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. കഴിഞ്ഞ വർഷം നടന്ന ഇംഗ്ലീഷ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം ഈ ഒരു മോഡലിലായിരിക്കും നിങ്ങൾക്ക് ഈ വർഷവും ക്വസ്റ്റ്യൻസും വരിക. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. നന്നായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടനെ അതിൻ്റെ എന്തൊക്കെയാണ് നമ്മളെ എന്തൊക്കെ നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട് അതെല്ലാം വായിച്ചിട്ട് വേണം നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും നന്നായിട്ട് വായിച്ചിട്ട് ആൻസർ എഴുതാൻ. അപ്പോൾ നമുക്കിതിലെ ആക്ടിവിറ്റി 1 ഒന്ന് നോക്കാം. റീഡിംഗ് കോംപ്രഹെൻഷനായിട്ട് റീഡ് ദ ഫോളോയിങ് പോയം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. അല്ലെ, ഒരു പോയം തന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് അവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പോയം വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടും. Oh my friend, you consoled me when I was sad and hopeless. You are the one who made me laugh when I was feeling helpless. അല്ലേ, 2 ഫ്രണ്ട്സുകൾ തമ്മിലുള്ള പോയാണ് അല്ലേ. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു കുട്ടി സങ്കടപ്പെട്ടിരിക്കുകയാണ്, മറ്റൊരു കുട്ടി അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അല്ലേ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നീ എന്നെ കൺസോൾഡ് ചെയ്യൂ വെൻ ഐ വാസ് സാഡ് ആൻഡ് ഹോപ്പ്ലെസ്. അല്ലേ, എനിക്ക് പ്രതീക്ഷകളും സങ്കടവും വരുമ്പോൾ നീ എന്നെ കൺസോൾ ചെയ്യൂ. യു ആർ ദ വൺ ഹൂ മെയ്ഡ് മീ ലോഫ്. നിനക്ക് മാത്രമാണ് എന്നെ ചിരിപ്പിക്കാൻ സാധിക്കുന്നത്. വെൻ ഐ വാസ് ഫീലിംഗ് ഹെൽപ്ലെസ്, ഞാനൊരു മറ്റുള്ള ഒരു സഹായിക്കാൻ ആരുമില്ലാത്ത സമയത്ത് നിനക്ക് മാത്രമാണ് എന്നെ ചിരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. അടുത്ത വരിയിൽ എന്താ പറയുന്നത്? ഹോ മൈ ഫ്രണ്ട് യു സ്റ്റുഡ് മീ വെൻ ഐ വാസ് ഇൻ ട്രബിൾ. അല്ല, ഞാനൊരു ട്രബിളിൽ അകപ്പെട്ടപ്പോൾ നീ എന്നെ സഹായിച്ചു. യു ആർ ദ വൺ ഹൂ ഹെൽപ്ഡ് മീ വെൻ ഐ വാസ് ഇൻ എ സ്ട്രോങ്. അല്ലേ, നിനക്ക് മാത്രമേ എന്നെ സഹായിച്ചത് നീയാണ്. എൻ്റെ സുഹൃത്തെ, ഞാൻ കഷ്ടതയിൽ അകപ്പെട്ടപ്പോൾ എന്നെ സഹായിച്ചത് നീയാണ്. നിനക്ക് മാത്രമേ എന്നെ സ്ട്രോങ് ആക്കാൻ കഴിയുള്ളൂ. അടുത്ത വരിയിൽ എന്താ പറയുന്നത്? യു ആർ ദ വൺ ഐ ട്രസ്റ്റ് ദ മോസ്റ്റ് ആൻഡ് ചെറിഷ് എവറി ഡേ. യു ആർ ദ വൺ ഐ താങ്ക് ദ മോസ്റ്റ് ആൻഡ് ദിസ് ഇസ് വാട്ട് ഐ സേ. എന്താ പറയുന്നത്? നിന്നോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് നിന്നെയാണ്. എൻ്റെ എല്ലാ ദിവസവും വിലമതിക്കുന്നതാണ്. അല്ലേ, അതാണ് ഈ ഒരു വരിയിലൂടെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന 2 ഫ്രണ്ട്സുകൾ തമ്മിലുള്ള ഒരു പോയമാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യമാണ് തന്നിട്ടുള്ളതെന്ന് നോക്കാം. വെൻ ഡിഡ് ദ ഫ്രണ്ട് സ്റ്റാൻഡ് ബൈ ദ സ്പീക്കർ? എവിടെയാണ്? വെൻ ദ സ്പീക്കർ വാസ് ഇൻ ട്രബിൾ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വേർഡ് ഫ്രം ദ പോയം ദാറ്റ് മീൻസ് കംഫോർട്ട് സംവൺ അറ്റ് ദ ടൈം ഓഫ് സോറോ ഓർ ഡിസപ്പോയിൻമെൻറ്റ്. കൺസോൾ അല്ലേ, ആ വേർഡാണ്. തേർഡ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം. റൈമിംഗ് വേർഡ്സ് കണ്ടെത്താനാണ്. ഹോപ്പ്ലെസ്, ഹെൽപ്ലെസ്, ഡേ, സേ. ഇനി ഫോർത്ത്, യു ആർ ദ വൺ ഐ ട്രസ്റ്റ് ദ മോസ്റ്റ്. ഹു ഈസ് ദ വൺ റെഫേർഡ് ടു ഹിയർ? ആരെയാണ്? ഫ്രണ്ടാണ് അല്ലേ. ഫൈൻഡ് ദ വേർഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ഹാപ്പി. ഹാപ്പിയുടെ ഓപ്പോസിറ്റ് വേർഡ് ഏതാണ്? സാഡ്. ആക്ടിവിറ്റി 2 പ്രിപ്പയർ സ്പീച്ചാണ് അല്ലേ. സ്പീച്ച്, ഒരു പ്രസംഗം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രാധ ഇൻ ദ സ്റ്റോറി ദ ക്യാമ്പ് ഗോട്ട് ദ അവാർഡ് ഫോർ ബ്രേവറി ഫ്രം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. Her school arranged a meeting to congratulate her. She gave a thanksgiving speech. അല്ലേ, രാധയുടെ സ്റ്റോറിയിൽ ദ ക്യാമ്പ് എന്ന് പറയുന്ന സ്റ്റോറിയിൽ അവളുടെ ബ്രേവറിനെ കുറിച്ചിട്ടൊക്കെ അല്ലേ പഠിച്ചതാണ്. പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്നും അവൾക്ക് അവാർഡ് കിട്ടി അല്ലേ. അപ്പോൾ അവളുടെ സ്കൂള് അവളെ ഒരു കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. അതിന് അവൾ നൽകുന്ന ഒരു നന്ദി പ്രസംഗമാണ് ഇവിടെ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ തയ്യാറാക്കാം? ആദ്യം നമുക്ക് അഭിസംബോധന ചെയ്യണം അല്ലേ. റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ്. പിന്നെ എന്ത് ചെയ്യണം? എ വെരി വാം ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ പ്രസൻറ്റ് ഹിയർ. I am really glad to be here. I never expect such a great award. I didn't do that for an award. I just tried to save my brother's life. അടുത്ത പാരഗ്രാഫിൽ നമ്മൾ കണ്ടന്റ് ഉൾപ്പെടുത്തണം. You all know that I love to swim, but in Delhi the swimming style was quite different. I didn't able to study that. They were using swimming costume for swimming. I didn't get a chance to swim. Because of that, it was really boring there. But I got a chance to save
a man's life by swimming. Because of the swift current, no one was ready to jump into the river. But I don't care about that. The reason behind that is our river and our village. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സ്പീച്ച് കൺക്ലൂഡ് അല്ലെ, അവസാനിപ്പിക്കണം. താങ്ക്സ് ഫോർ ദിസ് ബ്രേവറി അവാർഡ്. ബിക്കോസ് ഓഫ് മൈ വില്ലേജ് ഐ ഗോട്ട് ദിസ് അവാർഡ്. ഐ എം റിയലി താങ്ക്ഫുൾ ടു ബി ഹിയർ. താങ്ക് യു. ബിലീവ് ഇൻ യുവർ സെൽഫ്, ദെൻ വിക്ടറി വിൽ ബി വിത്ത് യു. അല്ലേ, ഇങ്ങനെ നമുക്ക് ഒരു പ്രസംഗം തയ്യാറാക്കാവുന്നതാണ്. ഇനി തേർഡ് ആക്ടിവിറ്റി വേർഡ് പസിൽ ആണ് അല്ലേ. കംപ്ലീറ്റ് ദ വേർഡ് പസിൽ യൂസിങ് ദ ഹിൻസ് ഗിവൺ ബിലോ. റൈറ്റും ഡൗണും ഹിൻസ് തന്നിട്ടുണ്ട്. ദ പൗഡർ ഒബ്റ്റെയിൻ ഫ്രം ഗ്രൈൻഡിങ് ഗ്രെയിൻസ്. തം ദ സോയിൽ ബിഫോർ സോയിങ്. അനദർ വേർഡ് ഫോർ ഫാർമർ. ഡൗണിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് വൺ ഹൂ കനോട്ട് ഹിയർ. ലോങ് സ്റ്റിക്ക് യൂസ്ഡ് ആസ് എ സപ്പോർട്ട് ബൈ എ പേഴ്സൺ വിത്ത് ആൻ ഇഞ്ചുറി. അല്ല, ഇങ്ങനെ ഈ ക്ലൂസ് വെച്ചിട്ട് വേർഡ് പസിൽസ് ഒക്കെ നിങ്ങൾ ഒരുപാട് പാഠഭാഗത്തു നിന്നൊക്കെ ചെയ്ത് പഠിച്ചതാണ്. അപ്പോൾ ഇത് അതിനുള്ള ഒരു മോഡലാണ്. അപ്പോൾ ഈ ഹിൻസും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നുകൂടായില്ല. ഇനി ആക്ടിവിറ്റി 4, നാലാമത്തത് റീഅറേഞ്ച് ദ ഈവൻറ്റ്സ് ആണ്. അതായത് നിങ്ങൾ പഠിച്ച ഏതെങ്കിലും സ്റ്റോറീൻ്റെ ഓരോ ഈവൻറ്റ്സും നിങ്ങൾക്ക് ഡിസോർഡർ ആയിട്ട് തരും. അത് നിങ്ങളോട് ഓർഡർ ആക്കി എഴുതാനാണ് പറയുന്നത് അല്ലേ, ഈ ആക്ടിവിറ്റി പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ നമുക്ക് തേർഡ് എക്സാമിന് വരുന്ന പോർഷൻസ് നിങ്ങൾക്ക് നിങ്ങളെ ടീച്ചേഴ്സ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ പാഠഭാഗത്തിൻ്റെ ഈവൻറ്റ്സ് ഒക്കെ ഓർഡർ സഹിതം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി തോട്ട്സ് ആണ്. ദ പ്രിൻസ് മാരേജ് സിൻഡ്രല്ല ആൻഡ് ടുക്ക് ഹെർ ടു ദ പാലസ്. ഷീ പാരഡൻഡ് ഹെർ സ്റ്റെപ്പ് മദർ ആൻഡ് ഹെർ സിസ്റ്റർ. ഷീ ടുക്ക് ദം all of the palace with her. The stepmother felt sorry for treating Cinderella badly. അല്ലേ, അപ്പോൾ സിൻഡ്രല്ലയുടെ തോട്ട്സ്, ചിന്തകൾ എന്തൊക്കെയാണ്? റൈറ്റ് ദ തോട്ട്സ് ഓൺ ദ സ്റ്റെപ്പ് മദർ. സിൻഡ്രല്ലയുടെ അല്ല, സോറി, സ്റ്റെപ്പ് മദറുടെ അല്ലേ, സ്റ്റെപ്പ് മദറുടെ ചിന്തകൾ എന്തൊക്കെയാണ് എന്നാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പഠിച്ച നിങ്ങൾ എക്സാമിന് വരുന്ന പോർഷൻസിൻ്റെ എല്ലാ സ്റ്റോറിയുടെയും ഇവൻറ്റ്സ് മനസ്സിലാക്കി വെച്ച് പോകണം. ഇവിടെ നമ്മൾ തോട്ട്സ് എങ്ങനെ എഴുതാം? ഹൗ ക്രൂവൽ ഐ ആം. ഐ ട്രീറ്റഡ് സിൻഡ്രല്ല വെരി ബാഡ്ലി. മീ ആൻഡ് മൈ ഡോട്ടേഴ്സ് ടോർച്ചറേറ്റഡ് ഹെർ. ബട്ട് വെൻ സോ ഗോട്ട് എ ഗുഡ് ലൈഫ് ഷീ റിമെമ്പേർഡ് അസ്. ഹൗ കൈൻഡ് ഷീ ഈസ്. സിൻഡ്രല്ല, പ്ലീസ് പാർഡൺ മീ ഡിയർ. I will never repeat my mistake. My life was full of mistakes. My daughters also don't treat her as their sister. We considered her as our servant. Now look at her. She is the princess. She never treats us how we treat her. Rest of the life. I want to work for her and want to love her as my own daughter. God, please give me a chance for that, please. അല്ലേ, അപ്പോൾ സിൻഡ്രല്ലയുടെ സ്റ്റെപ്പ് മദർ അവളെ കുറിച്ചിട്ട് അവളോട് ചെയ്ത ആ ഒരു ബാഡായിട്ടുള്ള ബിഹേവിയറും അത് ആലോചിക്കുന്നുണ്ട്. പിന്നീട് സിൻഡ്രല്ലക്ക് കിട്ടിയ നല്ല ലൈഫിനെ കാണുമ്പോൾ അവർ ചെയ്ത ആ തെറ്റുകൾ അവർക്ക് മനസ്സിലാക്കിയിട്ടാണ് തോട്ട്സ് എഴുതുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ സ്റ്റോറീസിൻ്റെയും മെയിൻ കണ്ടൻറ്റ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ. ലാസ്റ്റ് ആക്ടിവിറ്റി എഡിറ്റിംഗ് ആണ്. റീഡ് ദ പാസേജ് ആൻഡ് എഡിറ്റ് ദ അണ്ടർലൈൻ വേർഡ്സ്. അല്ലേ, പാസേജ് വായിച്ചിട്ട് അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡ്സ് എന്താണ് കറക്റ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓൺ സാറ്റർഡേ ദേ സ്റ്റാർട്ടഡ് ഏർലി ഓൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ഏത് പ്രിപ്പോസിഷനാണ് വരിക? ഇന്നാണ് വരിക. ദ മോർണിംഗ് ആൻഡ് ബൈ നൂൺ ദേ വാസ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ ദേ പ്ലൂരലാണ് അല്ലേ, അപ്പോൾ അവിടെ എന്ത് വരും? വേറാണ് വരിക. അറ്റ് എ ബ്യൂട്ടിഫുൾ സെക്ലോഡഡ്, അവിടെ എന്താണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. അപ്പോൾ സ്പെല്ലിങ് ശരിയാക്കുക. SECLUDED എന്നാണ് വരിക. സ്പോട്ട് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ യമുന. യമുന എന്നുള്ള എന്താണ്? ഒരു റിവറിൻ്റെ നെയിമാണ് അല്ലേ. അപ്പോൾ റിവറിൻ്റെ നെയിം എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആക്കി എഴുതുക. ദ ബ്ലൂ വാട്ടർ ഓഫ് ദ റിവർ വാസ് ക്ലിയർ ക്രിസ്റ്റൽ. അതെന്താണ്? ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത്.
അപ്പോൾ ഇത്രയുമാണ് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇതേ മോഡലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ എല്ലാ പോർഷൻസിൻ്റെയും പാഠഭാഗത്തിൻ്റെയും കണ്ടൻറ്റും സ്റ്റോറീസൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെച്ച് പോവുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും എല്ലാ മാർക്കും സ്കോർ ചെയ്യാൻ കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്.